വെൽക്കം ബാക്ക് ടു ജാങ്കോ ട്യൂട്ടോറിയൽ. നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കി വെച്ചത് എങ്ങനെയാണ് യൂസർ ലോഗിൻ ചെയ്യണമെന്നാണ്. ഇതിൻ്റെ ബാലൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ ലോഗിൻ ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ലോഗിൻ പേജ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ലോഗൗട്ട് പേജ് ചെയ്യണം. അപ്പോൾ നമുക്ക് ലോഗൗട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വർക്കേണ്ട URLഉം വ്യൂ ഫംഗ്ഷനും ചെയ്യണം. ഓക്കെ, നമ്മുടെ വ്യൂ ഫംഗ്ഷനിലേക്ക് പോകാം. ഒരു ഫംഗ്ഷൻ എഴുതാം. നമുക്കിവിടെ ലോഗൗട്ടിനെ ഇമ്പോർട്ട് ചെയ്യണം. ഓൾറെഡി നമ്മൾ ലോഗൗട്ട് ഇമ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലോഗിൻ ഇമ്പോർട്ട് ചെയ്തതിൻ്റെ ഒപ്പം തന്നെ ലോഗൗട്ടിനെ ഇമ്പോർട്ട് ചെയ്യണം. ദെൻ ഡിഫ് ലോഗൗട്ട്. നമുക്കിതിൻ്റെ പേരൊന്ന് മാറ്റി കൊടുക്കാം. രണ്ടും സെയിം നെയിം കൊടുക്കണ്ട, ജസ്റ്റ് ലോഗൗട്ട് യൂസർ എന്ന് കൊടുക്കാം. കാരണം നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നതും നമ്മുടെ കസ്റ്റമായിട്ട് ചെയ്യുന്ന ഫംഗ്ഷനും ഒരേപോലെ ഇരുന്നാൽ ലാസ്റ്റ് അത് തമ്മിൽ ഇഷ്യൂ വരും. ലോഗൗട്ട് ഓക്കെ, ജസ്റ്റ് നമുക്ക് പാസ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്കെൻ്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, അതാണ് അതിന് ഗ്രീൻ ലൈൻ. ഓക്കെ, ഇനി നമുക്കതിൻ്റെ URL ഫംഗ്ഷൻ വിളിക്കാം. ലോഗിൻ വിളിച്ചതുപോലെ തന്നെ നമുക്ക് ലോഗൗട്ടും വിളിക്കാം. പാത്ത് ഓക്കെ, നമ്മുടെ URL ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വ്യൂ ഫംഗ്ഷനിൽ നമ്മുടെ HTML വിളിക്കാം. HTML ഇൻഡെക്സ് അല്ല, header.html ആണ് നമ്മൾ. ഓക്കെ, ഇതാണ് നമ്മുടെ ലോഗൗട്ട്. സോ നമുക്കിവിടെ ലോഗൗട്ടിൻ്റെ href പറഞ്ഞു കൊടുക്കാം. ഇവിടെ ലോഗിൻ / വിളിച്ചതുപോലെ തന്നെ ഇവിടെ നമുക്ക് ലോഗ് ഔട്ട് / എന്ന് വിളിച്ചാലും മതി. സോ നമുക്ക് ഇതിലും നല്ലൊരു URL മാപ്പിംഗ് ഉണ്ട്. അതായത് URL നെയിം സ്പേസ് വെച്ചിട്ട് നമുക്ക് ഈ URLനൊരു പ്രശ്നമുണ്ട്. അതായത് ഈ നമ്മുടെ ഈ ഹെഡർ ഫയൽ അല്ലെങ്കിൽ header.html ഇവിടെ മാത്രമല്ല, ലോഗിൻ സെക്ഷനിൽ നമുക്ക് എന്ത് ചെയ്യും, ഈ ഹെഡർ പേജ് കിട്ടും. അപ്പോൾ നമുക്ക് ലോഗിൻ പേജിലും ഹെഡർ പേജ് കിട്ടുമ്പോൾ നമുക്ക് ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. ഇവിടെ ലോഗൗട്ട് ചെയ്യാൻ നമ്മളൊന്നും ചെയ്തിട്ടില്ല. അഡ്മിൻ പേജ് എന്നെടുത്ത് ലോഗൗട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ അഡ്മിൻ പേജ് ലോഗിനാണ്. സോ നമ്മൾ ലോഗൗട്ട് ക്ലിക്ക് ചെയ്ത് അല്ലെങ്കിൽ വേറെ ഇഷ്യൂ കാണിച്ചിട്ട് ഇതിൽ ചെയ്ത് കിട്ടില്ല. നമ്മൾ ഓൾറെഡി നമ്മുടെ പേജിൽ നിന്ന് / എടുത്ത് ലോഗിൻ എടുത്ത് പോകാം. ഈ ലോഗിൻ എടുക്കുന്ന സമയത്തും ഇവിടെ ഇൻ കേസ് ലോഗൗട്ട് കാണിച്ചിരുന്നെങ്കിൽ ഈ ലോഗൗട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ പാത്ത് വന്നത് എങ്ങനെയാണ്, ലോഗിൻ കറണ്ട് പാത്തിനോട് ആഡായിട്ടാണ് ലോഗൗട്ട് പാത്ത് വരുന്നത്. സോ നമുക്ക് ലോഗൗട്ട് പാത്ത് വരേണ്ടത് എങ്ങനെയാണ്, ഈ പാത്തിനോട്, അതായത് ഈ ഹോസ്റ്റ് നെയിമിനോട് ചേർത്താണ് ലോഗൗട്ട് വരേണ്ടത്. ഇങ്ങനൊരു പാത്ത് നമുക്കില്ല. ലോഗിൻ / ലോഗൗട്ട് നമുക്കുണ്ടോ? നമ്മുടെ URL പാറ്റേൺ നോക്കിയാൽ അറിയാം. വ്യൂസിൽ പോയാൽ നമ്മുടെ URLസിൽ പോയാൽ നമ്മുടെ പാത്ത് ജസ്റ്റ് നമ്മുടെ ലോഗിൻ ഓർ ലോഗൗട്ടാണ്. ലോഗിൻ / ലോഗൗട്ട് എന്നൊരു പാത്തില്ല. അതിന് ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് പാത്തിൽ നിന്നുകൊണ്ടാണോ
ഈ ലോഗൗട്ടിൽ ക്ലിക്ക് ചെയ്യുന്ന ആ പാത്ത് ഇവിടെ ആഡായിട്ട് വരും. ഇപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ലോഗൗട്ട് ചെയ്താൽ എന്ത് ചെയ്യും? ഈ ലോഗൗട്ട് പാത്ത് ആഡായി വരും. ഇപ്പോൾ നമുക്ക് ഹോം പേജിൽ നിന്നുകൊണ്ട് ലോഗൗട്ട് ക്ലിക്ക് ചെയ്ത് ചെയ്യും. ഇപ്പോൾ നമ്മുടെ പാത്ത് കറക്റ്റാണ്. വാല്യൂ റിവ്യൂസ് റിട്ടേൺ നൺ ഇൻസ്റ്റൻറ്റ്. അങ്ങനെ നമ്മൾ റിട്ടേൺ ഒന്നും കൊടുക്കാത്തതുകൊണ്ടാണ് പാസ് ചെയ്ത് വെച്ചുകൊണ്ട് എറർ വന്നത്. പക്ഷേ ആക്ച്വലി ആ പാത്ത് അവൈലബിൾ ആണ്. സോ ഇങ്ങനെയാണ് നമുക്ക് പാത്ത് കിട്ടേണ്ടത്. ബട്ട് നമുക്ക് ലോഗിൻ പേജിൽ പോയി പാത്ത് എടുക്കുമ്പോൾ ഈ പേജിൽ നിന്നുകൊണ്ട് പാത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു കണ്ടോ? ഈ ലോഗൗട്ട് ലോഗിനോട് ആഡായി വരുന്നു. ഇങ്ങനൊരു ഇഷ്യൂ നമുക്ക് വരാൻ കാരണം നമ്മൾ ഹെഡറിൽ നമ്മളിങ്ങനെ ഹാർഡ് കോഡ് ചെയ്ത് വെക്കുന്നത് കൊണ്ടാണ്. ഏത് പാത്തിൽ നിന്നുകൊണ്ടാണോ ഈ ലോഗൗട്ട് അല്ലെങ്കിൽ ലോഗിൻ ക്ലിക്ക് ചെയ്തത് അത് ആ പാത്തിനോട് ആഡായി വരും. സോ നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യുന്നതിലും ബെറ്റർ ആയിട്ടൊരു മെത്തേഡുണ്ട്. അതായത് ഇത് നമ്മൾ യൂസ് ചെയ്യില്ല, പകരം നമ്മൾ ജാങ്കോയിൽ മറ്റൊരു മെത്തേഡുണ്ട് യൂസ് ചെയ്യാൻ. HRF നമ്മൾ URL ഇങ്ങനെ കോൾ ചെയ്യും, URL സ്പേസ്. ഇനി URLൻ്റെ നെയിം ചെയ്യണം. URL നെയിം ചെയ്യാൻ നേരത്തെ നമ്മൾ ആപ്പ് നെയിം കോളൻ ഏത് URLാണ് കോൾ ചെയ്യേണ്ടത്. ആപ്പ് നെയിം ഏതാണ്? നമ്മൾ ബ്ലോഗ് ഹെഡറിൽ പോയി ബ്ലോഗ് കോളൻ. ഇത് നമുക്ക് ലോഗൗട്ടിൻ്റെയാണ്. സോ നമുക്ക് ലോഗൗട്ടിൻ്റെ URL എന്താണ്? ഈ ലോഗൗട്ട് എന്നുള്ളതാണ്. സോ നമ്മളതുകൂടെ കൊണ്ട് കോളന് ശേഷം ലോഗ് ഔട്ട് കൊടുത്തു. അതുപോലെ ലോഗിൻ്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇതേ മെത്തേഡ് ഫോളോ ചെയ്യുക. URL സ്പേസ് സിംഗിൾ കോട്ട്സ് ദെൻ നമ്മുടെ ആപ്പിൻ്റെ മെയിൻ കോളൻ ലോഗൗട്ടിന് വരെ നമുക്കിവിടെ ലോഗിനാണ്. സോ ലോഗിൻ ക്ലോസ് ചെയ്യും. ലോഗൗട്ട് ഓക്കെ. നമ്മൾക്ക് ഒരു എറർ ഉണ്ട്. സിംഗിൾ ക്ലോസ് ചെയ്തിട്ടില്ല. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് ലോഗിൻ പേജിൽ പോയി നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ലോഗൗട്ടിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇഷ്യൂ മാറി. ഇപ്പോൾ നമ്മുടെ പേജ് എററാണ് കാണിക്കുന്നത്. ഓക്കെ, ലോഗൗട്ട് എന്നുള്ള ഭാഗത്ത് ലോഗിനോട് ആഡായി വന്നില്ല. സോ ഈ മെത്തേഡാണ് റെക്കമെൻഡഡ് മെത്തേഡ്. ഇത് യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ. ആദ്യം നമ്മളങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം ജസ്റ്റ് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി ചെയ്തതാണ്. ഈ മെത്തേഡ് ഫോളോ ചെയ്യുക. then നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് ലോഗൗട്ട് ചെയ്യുന്ന മെത്തേഡ് ലോഗൗട്ട് എന്നുള്ള ഫങ്ഷൻ കോൾ ചെയ്യുക. ലോഗൗട്ട് ഇപ്പോൾ നമ്മൾ ഇവിടെ ലോഗൗട്ട് എന്നാണ് വിളിച്ചെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ കോൾ ചെയ്തിരിക്കുന്നത് ഈ ഫങ്ഷനെയാണ്. നമ്മുടെ ഈ ഫങ്ഷൻ നമുക്ക് കിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പേര് മാറ്റി കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ കോൾ ചെയ്തിരിക്കുന്നത് ഈ ലോഗൗട്ട് എന്നുള്ള ഫങ്ഷൻ. കാരണം ആ ലോഗൗട്ട് എന്നുള്ള ഫങ്ഷൻ നമുക്ക് ലോഗൗട്ട് ചെയ്യാൻ വേണ്ടി ലോഗൗട്ട് ലോഗൗട്ട് ചെയ്യാം? റിക്വസ്റ്റ്. ജസ്റ്റ് റിക്വസ്റ്റ് എന്ന് മാത്രം കൊടുത്താൽ മതി. നമുക്കിവിടെ ആർഗ്യുമെൻറ്റ്സ് വേറെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ദെൻ നമുക്ക് എങ്ങോട്ടാണ് റിട്ടേൺ ചെയ്യേണ്ടത്? റിട്ടേൺ റീഡയറക്റ്റ് ചെയ്യാം. നമുക്ക് റിട്ടേൺ റീഡയറക്റ്റ് ഏത് പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യാം? നമ്മുടെ ഹോം പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യാം. സോ നമ്മൾ ബ്ലോഗ് കോളൻ ഹോം. ഓക്കെ, നമുക്കിത് വർക്ക് ചെയ്യണ്ടോ എന്ന് നോക്കാം. ഓക്കെ, വർക്ക് ചെയ്തു. ദെൻ ലോഗൗട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ദെൻ ലോഗിൻ വന്നു. ലോഗിൻ ക്ലിക്ക് ചെയ്തു നമ്മൾ. ഓക്കെ, ലോഗിനായി. ലോഗൗട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ കാരണം നമുക്ക് ലോഗൗട്ടിന് പ്രത്യേക പേജ് കാണിക്കേണ്ട ആവശ്യമില്ല. ലോഗൗട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ
ലോഗൗട്ടായി നമ്മുടെ ആക്ച്വൽ പേജിലേക്ക് വരണം. ലോഗിൻ യൂസർ നെയിം പാസ്വേഡ് ഓൾറെഡി കിടപ്പുണ്ട്. സബ്മിറ്റ് ചെയ്ത് ലോഗിനായി, ദെൻ ലോഗൗട്ട് വന്നു. ലോഗൗട്ടിൽ ക്ലിക്ക് ചെയ്തു, ദെൻ ലോഗിൻ വന്നു. അപ്പോൾ നമ്മുടെ ഓൾറെഡി ലോഗൗട്ട് ആയിട്ടുണ്ട്. നമ്മൾ ലോഗൗട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് പേജ് ലോഗൗട്ട് ആയത്. ഓക്കെ, ലോഗിനായി. ലോഗൗട്ടിൽ ക്ലിക്ക് ചെയ്തു, ദെൻ റിഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, ലോഗൗട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജാങ്കോ നമുക്ക് കസ്റ്റമായിട്ട് ലോഗിൻ ചെയ്യാനും ലോഗൗട്ട് ചെയ്യാനും നമ്മൾ പഠിച്ചു. നമുക്കിനി ഈ അഡ്മിൻ പേജിൻ്റെ ഈ ലോഗിൻ ലോഗൗട്ട് ഫോം നമുക്ക്, അതായത് നമുക്കവിടെ യൂസ് ചെയ്യണ ഫോർമാറ്റ് നമുക്ക് ആവശ്യമില്ല. നമ്മുടെ പേജിനായിട്ട് അതിനെ ലിങ്ക് ചെയ്ത് കഴിഞ്ഞു നമ്മൾ. ഓക്കെ, നമുക്ക് ഈ ലോഗൗട്ട് എടുക്കേണ്ട ആവശ്യമില്ല. പകരം നമ്മൾ കസ്റ്റമായിട്ട് ലോഗൗട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെങ്ങനെയാണ് ജാങ്കോയിൽ ലോഗിൻ ചെയ്യുന്നതെന്നും ലോഗൗട്ട് ചെയ്യുന്നതും പഠിച്ചു. നമുക്ക് നെക്സ്റ്റ് ഇനി എങ്ങനെയാണ് ഒരു യൂസറെ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം.